പ്രളയ വിവാദത്തിൽ പുറത്തുവന്ന ഓഡിയോ ശബ്ദ സംഭാഷണം കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സംഭാഷണം അത് ഒറിജിനൽ ആണെന്ന് തന്നെയാണ് മുൻ JDS നേതാക്കളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മുൻ JDS നേതാവ് കൂടിയായ സന്തോഷ് പാലോട് ജനൻ ടിവിയോട് ചേരുന്നു. നിലവിൽ ഇത്തരത്തിൽ പ്രളയ ദുരന്തമുണ്ടായ സംബന്ധിച്ച് കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീഡിയോ ആണ്, ശബ്ദ സന്ദേശമാണ്, സംഭാഷണമാണ് അതിനകത്തുള്ളത്. ഈ സംഭാഷണം ഒറിജിനൽ അല്ല, AI ആണെന്നാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി അവസാനമായി വാദിക്കുന്നത്. എന്താണ് താങ്കൾ മുൻ JDSലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, JDSൽ പദവികൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്, ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അത് കൃഷ്ണൻകുട്ടിയുടെ തന്നെ ശബ്ദ സംഭാഷണമാണോ? എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്, കേരളത്തിലെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഇത്രയും ശുദ്ധ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് അപമാനമാണ്. 2018 പ്രളയത്തിൽ അന്ന് മാത്യു ടി തോമസ് മേരി മാതാ എന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഡാം തുറന്നു വിടാത്തതാണെന്നും അതിലന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ടുണ്ടായിരുന്നു, എന്നിട്ട് തുറന്നുവിട്ടില്ല എന്ന് പറയുന്ന ശബ്ദരേഖ ഒന്നല്ല 9 പ്രാവശ്യം 9447012369 ഇതാണ് കെ കൃഷ്ണൻകുട്ടിയുടെ പേഴ്സണൽ നമ്പർ. അതിൽ നിന്ന് അന്ന് ജനതാദളിന്റെ സംസ്ഥാന സമിതി അംഗത്തിനോട് പറയുന്നത് ഞാൻ നിരവധി പ്രാവശ്യം കേട്ടു, കെ കൃഷ്ണൻകുട്ടി തന്നെ ഇത് കേട്ടിട്ടുണ്ട്, മാത്യു ടി തോമസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കേട്ട് ജയിച്ചുപോയി. അത് കഴിഞ്ഞ് വ്യക്തിയെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു ബോർഡ് സ്ഥാപനം കൊടുത്തു, ഇത് പറയാതിരിക്കാൻ വേണ്ടി കൊടുത്തു. അവസാനം വളരെ വ്യക്തമായി പറയാം, ഇത് മുഖ്യമന്ത്രിക്കറിയാം. മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റുകയായിരുന്നു. പക്ഷെ പറയുന്നുണ്ട് 400 പേർ, മനസ്സിലാക്കണം, നമ്മുടെ മനുഷ്യന്റെ ശരീരം പിന്നെ പുഴയിൽ കൂടെ ഒഴുകിപ്പോവുകയാണ്. നമ്മൾ കണ്ടതാണ്. 40,000 കോടി രൂപയുടെ നഷ്ടം വന്നതിന്റെ പിന്നിൽ മാത്യു ടി തോമസ് ആണെന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു. കെ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവരെ സന്തോഷ് പാലോട് അടക്കമുള്ള നേതാക്കൾ വെല്ലുവിളിക്കുകയാണ്. അവർ രണ്ടുപേരെയും വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല, ഇപ്പൊ ചിറ്റൂർ മത്സരിക്കുന്ന മുരുകദാസ് ഈ വിഷയം അറിയുകയും ചെയ്യാം, ഈ പറഞ്ഞ ആളിനെ പിന്നെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. മുൻ JDS നേതാക്കളെല്ലാം തന്നെ ഈ ശബ്ദ സംഭാഷണം കേട്ടിരുന്നു. പ്രധാനപ്പെട്ട എല്ലാവരും കേട്ടിരുന്നു. CK നാണു ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം, ഇതെല്ലാവർക്കും അറിയാം. ഇത് AI അല്ല. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ മാത്യു കുഴനാടിനെതിരെ കൃഷ്ണൻകുട്ടി കേസിന് പോകുന്നു, വെല്ലുവിളിക്കുകയാണ് ഞാൻ. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ, അന്വേഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കളവ് ആണ് എന്ന് തെളിഞ്ഞാൽ കേരള സമൂഹത്തോട് അയാൾ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, അതും കൂടെ പറയണ്ടേ. ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സാക്ഷികളുണ്ട്, ആയിരക്കണക്കിന് സാക്ഷികളുണ്ട്. മറ്റ് JDS നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു വലിയ പ്രതികരണം നടത്തും അല്ലേ? നടത്തും, ഉറപ്പായിട്ട് നടത്തും. കാരണം ഇത് പാടില്ലാത്തതാണ്. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ അതേ വകുപ്പിൽ മന്ത്രിയായി ഇദ്ദേഹം. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് 5 വർഷം കൃഷ്ണൻകുട്ടി മന്ത്രിയായിട്ടിരുന്നല്ലോ മാത്യു ടി തോമസ്? എന്താ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാത്ത കാര്യം? എന്താ ആവശ്യപ്പെട്ടാൽ കുറെ ഡീറ്റെയിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് മാത്യു ടിയോനെ അറിയാം. അതുകൊണ്ട് മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടില്ല. ഇതിൽ നിന്ന് കളവ് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഇനി എന്തു പറഞ്ഞാലും ശരി, 9 പ്രാവശ്യം, വീണ്ടും ആവർത്തി 9 പ്രാവശ്യത്തോളം ഈ വ്യക്തിയെ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല പറഞ്ഞത്, തമിഴ്നാട്ടിലേക്ക് വെള്ളം വിട്ടില്ല, തമിഴ്നാടിന് അർഹതയുള്ള വെള്ളം കൊടുത്തില്ല. കാര്യം എന്താ? അവിടെ നിന്ന് കരാർ പണി നടക്കുകയാണ്. വെള്ളം വിട്ട് കഴിഞ്ഞാൽ അവിടെ കരാർ പദ്ധതി നടക്കൂല. അതുകൊണ്ട് ജോഷി 80 കോടി രൂപ, അന്ന് ചീഫ് എഞ്ചിനീയർ ജോഷി 80 കോടി രൂപ വാങ്ങിയത്, അതെല്ലാം ശബ്ദ സന്ദേശത്തിലുണ്ട്. കെ കൃഷ്ണൻകുട്ടി നിയമ നടപടിക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൽ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും അല്ലേ? എനിക്കിതിൽ നിയമ നടപടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഏത് എൻക്വയറി വന്നാലും ശരി, ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ നമ്പര്, അദ്ദേഹം വിളിച്ച വ്യക്തി ജീവിച്ചിരിക്കുകയല്ലേ? മാത്രമല്ലാന്ന്, ഇത് കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കൾ പലർക്കും ഈ വിഷയം അറിയാം. BJPയുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കും ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം KB ശ്യാമപ്രസാദ്, ജനം.